ഡാർലിംഗ്. ഫ്രണ്ട്സ് അല്ലേ ഇപ്പോഴാ പോയത്. നീ കുടിച്ചിട്ടുണ്ടോ? കുറച്ച് വൈൻ പാർട്ടിയിൽ വെച്ച് പപ്പ നിർബന്ധിച്ചിട്ടാ. ഇന്ന് കുടിച്ചത് ശരി, ഇനി പാടില്ല. എനിക്കിതിന്റെ മണം കേൾക്കുന്നത് അലർജിയാ. പിന്നെ ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ഓക്കെ ഓക്കെ, ഫോർഗെറ്റ് ഇറ്റ്. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞു. അല്പസ്വല്പമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിലും ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. ബിക്കോസ് ഐ ലവ്ഡ് ഹർ. ക്ഷമിക്കണം, എനിക്കിപ്പോ ഇതില്ലാതെ പറ്റില്ല. ഐ എം സോറി. അവൾക്കില്ലാത്ത ആക്ടിവിറ്റീസ് ഒന്നുമില്ലായിരുന്നു. ലേഡീസ് ക്ലബ്, സിറ്റി ക്ലബ്, റോട്ടറി, ലയൺ എന്ന് വേണ്ട, സൊസൈറ്റി ക്ലാസ്സിന് പറഞ്ഞിട്ടുള്ളതെല്ലാം. എനിക്കെന്തോ ഈ വക കാര്യങ്ങളൊന്നും താല്പര്യമില്ലായിരുന്നു. എന്ന് വെച്ച് ഐ നെവർ റെസ്ട്രിക്റ്റഡ് ഹർ പേഴ്സണൽ ഫ്രീഡം. ആളുകൾ പലതും പറയാൻ തുടങ്ങി. ഞാൻ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചു. പക്ഷേ ഒരു ദിവസം ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. മിസ്റ്റർ ശർമ്മ ഉണ്ട്, റൂം നമ്പർ 113. സാറിന് വെയിറ്റ് ചെയ്തിരിക്കാം. താങ്ക് യു. ബന്ധിച്ചു നിർത്താനാണ് ഭാവമെങ്കിൽ അത് സാധ്യമല്ല. യു ഹാവ് യുവർ ഫ്രീഡം, ഐ വാണ്ട് മൈൻ. ഇംപോസിബിൾ. മാധവ മേനോന്റെ മകളെ ഞാൻ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കണമെന്നോ? സാധ്യമല്ല. ഞാൻ എന്റെ ഭാര്യയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് ഈസ് സ്റ്റുപ്പിഡ്. നിനക്ക് ലജ്ജയില്ലേ സ്വന്തം ഭാര്യയെ കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞു പരത്താൻ? അതും തന്റെ അച്ഛനോട്. അപവാദമോ? അപ്പൊ ഞാൻ ഈ കണ്ടുകൊണ്ട് കണ്ടതൊന്നും വിശ്വസിക്കരുതെന്നോ? വിശ്വസിക്കരുത്. അഥവാ കണ്ടാലും കണ്ണടയ്ക്കണം. അവൾ നിന്റെ ഭാര്യ മാത്രമായിരുന്നുവെങ്കിൽ നീ പറയുന്നത് ശരി. എനിക്ക് ഷീ ഈസ് മോർ ദാൻ ദാറ്റ്. നമ്മുടെ ബിസിനസ് ഇത്ര കണ്ട് വളർന്നത് അവളുടെ അച്ഛന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. നിന്റെ വാക്ക് കേട്ടത് ഇല്ലാതാക്കാൻ മാത്രം ഒരു വിഡ്ഢിയല്ല ഞാൻ. അതിന് ഞാൻ എന്റെ ഭാര്യയെ മറ്റു പലരുടെയും വെപ്പാട്ടിയാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? വൈശാഖൻ, മൈൻഡ് യുവർ വേർഡ്സ്. വൈശാഖൻ, ഉയരങ്ങളിൽ ചെന്നെത്താൻ ആഗ്രഹിക്കുന്നവർ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കേണ്ടി വരും. സില്ലി മാറ്റർ. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ നീ എല്ലാം മറക്കും. ഫർഗെറ്റ് ഇറ്റ്. ലജ്ജയില്ലേ മനുഷ്യ നിങ്ങൾക്ക്? ഒരച്ഛൻ മകനോട് പറയാവുന്ന വാക്കുകളാണോ ഇത്? അല്ലെങ്കിൽ നിങ്ങളെ എന്തിനു പഴിക്കണം? നിങ്ങൾ എന്റെ ആരാ? എനിക്ക് 7 വയസ്സുള്ളപ്പോ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് കയറി, ഒരു അതിഥിയെ പോലെ. ഒടുവിൽ അതിഥി വീട്ടുകാരനായി. എന്റെ അമ്മ നിങ്ങളെ എന്നെ കൊണ്ട് അച്ഛ എന്ന് വിളിപ്പിച്ചു. എന്റെ അമ്മ കൊട്ടാരത്തിൽ സരളാദേവിക്ക് അന്ന് ആദ്യമായിട്ടൊരു തെറ്റുപറ്റി. അല്ലെങ്കിലും കൊട്ടാരത്തിലെ ദേവിമാർക്ക് തെറ്റേ പറ്റിയിട്ടുള്ളൂ. എന്റെ വഴി ഞാൻ നോക്കിക്കോളാം. ഗെറ്റ് ലോസ്റ്റ് വിത്ത് യുവർ ബ്ലഡി സൊസൈറ്റി ആൻഡ് സ്റ്റാറ്റസ്. ഞാനും അവളും തമ്മിൽ വീണ്ടും കണ്ടു, കോടതിയിൽ വെച്ച്. അവൾ
അവരുടെ മുഖത്ത് അല്പമെങ്കിലും ദുഃഖമോ വേദനയോ കുറ്റബോധമോ? നത്തിങ്. ആവശ്യം പോലെ ഭർത്താക്കന്മാരെ വിലയ്ക്ക് വാങ്ങാൻ ബാങ്ക് ബാലൻസ് ഉള്ളവർ എന്തിനു ദുഃഖിക്കണം, വേദനിക്കണം? ആദ്യമൊക്കെ എല്ലാം മറക്കാൻ അല്പം കുടിച്ചു തുടങ്ങി. ശീലമില്ലാത്തത് ശീലമായപ്പോ അതൊരു നിർബന്ധമായി മാറി. ഇപ്പോ ദിനചര്യയായി. ഞാൻ നാട്ടിൽ നിന്നാൽ എന്നെ സമനില തെറ്റിപ്പോകുമെന്ന് എനിക്ക് തോന്നി. ചിലപ്പോ അവളുടെ മരണം തന്നെ നടന്നേനെ. ഇതെന്താ കലണ്ടറാ? സാറിന്റെ അടുത്ത് മറക്കാതെ കൊടുക്കണം. അല്ല, ഒരെണ്ണം എനിക്കും തരൂ. നക്ഷത്രവും രാഹുകാലൊക്കെ ഉള്ളത്. എന്താ ഇത്? കലണ്ടർ. എന്റെ ബർത്ത്ഡേ എന്നാന്ന് ഇവളെങ്ങനെ അറിഞ്ഞു? കലണ്ടറാന്ന് പറഞ്ഞിട്ട് ഇത് കൊള്ളാം. ഇതെന്തിനാണ് വാങ്ങിയത്? അത് കലണ്ടറാന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാ വാങ്ങിക്കരുതെന്ന്? ആരെങ്കിലും അല്ല, മായക്കുഞ്ഞ്. നായക്കുഞ്ഞ് അവൻ ആരാണ് എനിക്ക്? ഇനി അവര് തന്നു ഇവര് തന്നു എന്ന് പറഞ്ഞ് എന്തെങ്കിലും വാങ്ങാനുണ്ടല്ലോ, ആ നിമിഷം തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും. എന്താ കുഞ്ഞി? ഒന്നുമില്ല. സാറ് കാണിച്ചത് തെറ്റ് തന്നെ. അങ്ങനെ ചെയ്യാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും റീസൺ സാറിനുണ്ടായിരിക്കും. ഒരുപക്ഷേ. ഡോണ്ട് ടോക്ക് ചീപ്പ്. എന്നെ സമാധാനിപ്പിക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. ഹീസ് എ ഡ്രങ്കർഡ്, മുഴുക്കുടിയൻ. കുടിയന്റെ മനസ്സിൽ വിദ്വേഷമല്ലാതെ വേറൊരു വികാരം ഉണ്ടാവില്ല. എല്ലാവരോടും എല്ലാത്തിനോടും പക, തീരാത്ത പക. ഇറ്റ്സ് എ ബ്ലഡി കോംപ്ലക്സ്. വെറുപ്പിന്റെ കണ്ണുകളിൽ കൂടി നീ നോക്കുന്നതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മുടെ മുൻവിധി പലപ്പോഴും ശരിയാവണമെന്ന് നിർബന്ധമില്ല. നിനക്ക് വൈശാഖൻ സാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്തിനറിയണം? സാറിന്റെ പഴയ കഥകളെ കുറിച്ച് വല്ലതും അറിയാമോ? എനിക്കറിയണ്ട. നീ അറിയണം. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും നീ കാണിക്കുമോ? വിലാസിനി ചേച്ചി എന്നോട് ഇന്നലെ പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. കേട്ടാൽ യു വിൽ ഓൾസോ ഫീൽ ഫോർ ഹിം. വാ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നീ കരയാണോ? നീ പറഞ്ഞ സത്യമാണോ? വിലാസിനി ചേച്ചിക്ക് എന്നോട് നുണ പറയേണ്ട യാതൊരു കാര്യമില്ല. എന്റെ സാറായതുകൊണ്ട് പറയല്ല. സാറിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്തു ആയിക്കൊള്ളട്ടെ. പരുക്കനായ ആ മനുഷ്യന്റെ ഉള്ളിൽ സ്നേഹത്തിനു വേണ്ടി വെമ്പുന്ന ഒരു ഹൃദയമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, സാറിനെ അറിയാവുന്ന ഏത് കുട്ടിക്കും അതറിയാം. ലതികേ, കടലാസിലുള്ള ചിത്രമല്ലേ കയറിക്കളയൂ. എന്റെ മനസ്സിലുള്ള ചിത്രമോ ഞാൻ ഇനിയും വരയ്ക്കും. സാറേ, ഇന്ന് ചപ്പാത്തി ഉണ്ടാകട്ടെ? സാറേ, വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ. സാറേ, സാറേ, എന്റെ ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? പോയി വേണു സാറിനെ വിളിച്ചോണ്ട് വന്നാലോ?
ഡോക്ടർ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. രാത്രി വീണ്ടും വിളിക്കേണ്ടി വന്നാൽ ഡോണ്ട് വറി, ഹി വിൽ ബി ഓൾ റൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. സാർ, വേണു സാർ. എന്താ മോളെ? ഏയ് ഒന്നുമില്ല. എന്തോ ശബ്ദം കേട്ടല്ലോ. ശബ്ദമോ? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഓ, കാർ സ്റ്റാർട്ട് ചെയ്തായിരിക്കും. നീ പോയി പഠിക്കേ.